ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വിങ്ക റോസിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ നടീൽ രീതിയും അതോടൊപ്പം തന്നെ നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വിങ്ക റോസിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് മൈക്രോ ഗ്രീൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള മൈക്രോ ഗ്രീൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വിൻക റോസ് ഒരു മാസം മുമ്പ് നമ്മൾ വാങ്ങിച്ച് നട്ട ഒരു വീഡിയോയും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ശരിക്കും വളരെ ചെറിയ ഒരു തൈയായിരുന്നു. ഇന്നിപ്പം നിങ്ങൾ കാണുന്ന ഈ വിങ്ക റോസ് ഒരു മാസത്തെ അപ്ഡേഷനാണ് ഈ കാണുന്നത്. ഇത് നാടൻ ചെടി തന്നെയാണ്, ഇത് ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ളതല്ല. നമുക്കിന്ന് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ വേനൽക്കാലത്തും അതുപോലെ തന്നെ വർഷക്കാലത്തായാലും നമുക്ക് ധാരാളം പൂക്കൾ തരുന്ന വിങ്ക റോസ് അല്ലെങ്കിൽ ഉഷമലരി അല്ലെങ്കിൽ ശവന്നാറി എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ മനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എന്ത് രസമാണെന്നറിയുമോ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിന് മുമ്പ് ഞാൻ വേനൽക്കാലത്ത് എങ്ങനെ ചെടികളെ നല്ല ചൂടിൽ നിന്ന് സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ ഈ വിങ്ക റോസ് കണ്ടു കാണാം. അപ്പോൾ ഇത്രയും പൂവുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു, അതുപോലെ ഞാൻ കൊടുത്ത കെയറിങ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയേ എന്ത് രസമായിട്ട് പൂക്കളുണ്ടാക്കണമെന്നറിയോ. ഇത് നാടൻ വിങ്കയാണ് കേട്ടോ, ഹൈബ്രിഡ് വിങ്കയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് പൂക്കളുണ്ട്. ഞാനിത് വളരെ ചെറിയ തൈയായിരിക്കുമ്പോൾ 20 രൂപയ്ക്ക് ഒരു ചെറിയ ചെടിയായിട്ടിരിക്കുമ്പോൾ കവറിൽ വാങ്ങിയതാണ്. ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഇത് ലഭ്യമാണ്, അധികം വിലയില്ല. നല്ല ഹൈബ്രിഡിന് കുറച്ച് വില കൂടുതലാണ്. പക്ഷേ ഇത് നാടൻ വിങ്ക റോസാണ്. 20 രൂപയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന എല്ലാ കളറും 2 എണ്ണം വാങ്ങി ചെടിച്ചട്ടിയിൽ മിങ്കിൾ ചെയ്ത്, അതായത് ഇടകലർത്തി നട്ടു. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഒരു ചട്ടിയിൽ 1ഉം 2ഉം കളറുകൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഒരു കളർ മാത്രം വിരിഞ്ഞ് നിൽക്കണേലും കുറച്ചും കൂടി ഭംഗി 2ഓ 3ഓ കളറ് ഒരുമിച്ച് നിൽക്കുന്നത് ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചെടി എങ്ങനെയാണ് ഇതേപോലെ ബുഷിയായത് അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് പൂക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അതുപോലെ ഞാൻ എന്ത് പൊട്ടി മിക്സിലാണ് ഇത് നട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വേറൊരു വെറൈറ്റി കളർ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് വാങ്ങിയിരുന്നു. നാടൻ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ അതും ഞാനിപ്പോൾ ഇന്ന് നടുന്നുണ്ട്. അപ്പോൾ നടുമ്പോൾ ആ പൊട്ടി മിക്സ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊരു ഭംഗിയാണെന്ന് നോക്കിയേ, അത്രയേറെ രസമാണ് കേട്ടോ. മറ്റുള്ള ചെടികൾ നമ്മൾ കൂടുതൽ കെയർ കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങുന്നതിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് അധികം പൈസ ചിലവില്ലാതെ ഇതേപോലെ നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്ന ചെടികളല്ലേ ഏറ്റവും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് ഒരു വാങ്ങിയ ഒരു കളറ് നിങ്ങളെ കാണിക്കാം, എന്നിട്ട് അതെങ്ങനെയാണ് നടുന്ന പോട്ടി മിക്സ് എന്ന് കാണാം. വിങ്ക റോസ് ഇതേപോലെ ബുഷിയായിട്ട് നിൽക്കാനായിട്ട് ഒറ്റ തണ്ടിൽ പോയി പൂവുണ്ടായി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ചട്ടിയിൽ കണ്ടോ, ആകെ 2 കടയുള്ളൂ, 2 കട. പക്ഷേ ആ ഒരു കടയിലാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് ഉണ്ടായിരിക്കുന്നത്, ഇത്രയും പൂക്കൾ. ഒരു കട അധികം അങ്ങോട്ട് പൊന്തി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ പുഷിയായി ചെയ്യാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടി ഇതിലും കുറച്ചുകൂടി വലിപ്പം കുറവായിരുന്നു. അപ്പോൾ വലിപ്പം കുറഞ്ഞ ചെടി ഞാൻ എന്ത് ചെയ്തു, ഒരു തണ്ടായിട്ട് നിൽക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു കുറച്ച് 3-4 ഇലകൾ നിർത്തിയിട്ട് ഇപ്പോൾ ചട്ടിയിൽ കാണിച്ചു തരാം. ഇതേ 3-4 ഇലകളായിട്ട് നിർത്തിയിട്ട് ഇത് നുള്ളിക്കളഞ്ഞ ഭാഗമാണത്. ഒന്ന് നുള്ളി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒത്തിരി ശാഖകൾ വന്നേണ്ടാവും. 2 ശാഖ നല്ല കരുത്തായിട്ട് വന്നു, പിന്നെ പുതിയ ശാഖകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരു ശിഖരം ഉള്ളൂന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം, ചെടി നിന്ന് ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് പ്രൂൺ ചെയ്ത് നിർത്തുക. ഇതേപോലെ
കണ്ടോ. അപ്പോൾ ഇവിടെ നുള്ളി കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 2-3 ശാഖകൾ ഇങ്ങനെ വന്ന് നല്ല ഹെൽത്തിയായി. ഈ ചെടി ഞാൻ അതേ വാങ്ങിയിട്ട് 1 മാസമായിട്ട് ചട്ടിയിലിരിക്കുന്നു. ഞാനൊരു വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത കാരണം എന്നിട്ട് നടാമെന്ന് വിചാരിച്ച് നിർത്തിയേക്കായിരുന്നു. അത് മാത്രമല്ല, നഴ്സറിയിൽ നിന്ന് നമ്മൾ ചെടികൾ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നടാതെ നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ കൊണ്ടുവന്ന ചട്ടിയിലോ കവറിലോ ഒരു ആഴ്ചയെങ്കിലും ഇരുന്നിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ചെടിയാണ് ഞാനിന്ന് നടാൻ പോകുന്നത്. നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇല്ലാത്തൊരു കളറാണിത്. നല്ല എന്താ പറയുക, പർപ്പിൾ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് വയലറ്റിൽ വെള്ള കുത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ ഇത് വെറൈറ്റി കളർ ആയതുകൊണ്ടെന്ന് തോന്നുന്നു എൻ്റെ നിന്ന് അവർ കുറച്ച് പൈസ 40 രൂപ വാങ്ങിയിട്ടോ. ചെടിയും നല്ല ഹെൽത്തി ആയിരുന്നു. 40 രൂപ വാങ്ങിയായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇത്രയും വളർച്ചയായി. പിന്നെ ഇതൊക്കെ ഞാൻ വാങ്ങിയത് 20 രൂപയുടെ തന്നെ നാടൻ വിങ്ക റോസാണ് കേട്ടോ. ഇതെല്ലാം 20 രൂപയുടെ ചെറിയ തൈയായിരുന്നു. നമ്മൾ നട്ട പോട്ടി മിക്സിൻ്റെ ഇതുകൊണ്ടും അതുപോലെ ഞാൻ കൊടുത്ത 19 പോലെയുള്ള ലിക്വിഡ് വളത്തിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ചെടികളിൽ പൂണ്ടായി നിൽക്കുന്നത് കേട്ടോ. ഇതും വേറൊരു കളറാട്ടോ. എൻ്റെ കയ്യിലില്ലാത്തൊരു കളറാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഓൾറെഡി ഇപ്പോൾ 1 മാസമായിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് വിത്തുകളൊക്കെ വീണ് മുളച്ച് തുടങ്ങി. നല്ല ഇത് കണ്ടോ, വിത്തുകൾ വന്ന് മുളച്ച് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വിത്തും നമുക്ക് പാവിയാൽ നല്ല തൈകൾ കിട്ടും. പക്ഷേ പലപ്പോഴും ഞാൻ പാവി പിടിപ്പിച്ചാലും തൈ നല്ല ഉഷാറാവാറില്ല കേട്ടോ. ഞാനത് കെയർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ഇതും ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് നുള്ളി നിർത്തിയപ്പോൾ കണ്ടോ ബുഷിയായിട്ട് വന്നേക്കണുണ്ടോ, ഒത്തിരി ശിഖരങ്ങൾ വന്നേക്കണുണ്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് നിങ്ങൾ വിങ്ക റോസ് മേടിക്കുമ്പോൾ നട്ടോളൂ കേട്ടോ. നമുക്ക് ഈ വിങ്ക റോസ് പോലെയുള്ള ചെടികളെ ഇപ്പോൾ വേനൽക്കാലത്ത് നടാനായിട്ട് ഏറ്റവും പറ്റിയ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ തൊടിയിൽ ഇതേപോലെ കരിയിലകളൊക്കെ ഉണങ്ങി പൊടിഞ്ഞെടുക്കുന്ന മണ്ണുണ്ടാവുമല്ലോ, ഉണ്ടോ? ഇതേപോലെ നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടും നമുക്ക്. ഇതുപോലെ കട്ടയില്ലാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും വളവും ഉണ്ടാവും. നമ്മുടെ കരിയിലകളെല്ലാം പൊടിഞ്ഞതുകൊണ്ടേ നന്നായിട്ട് വളം ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ. വിങ്ക റോസിന് ഏറ്റവും നല്ലത്. വിങ്ക റോസിന് മാത്രമല്ല, ഇപ്പോൾ വേനൽക്കാലത്ത് ഏത് ചെടികൾക്കും ഏറ്റവും സൂപ്പറായിട്ടുള്ള മണ്ണ് ഇതാണ് കണ്ടോ. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ നമ്മുടെ മതിൽ ഏറ്റവും ബാക്കിലുള്ള മതിലിൻ്റെ സൈഡിൽ വീണെടുക്കുന്ന മണ്ണാണിത് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ മണ്ണൊക്കെ ഒലിച്ച് വന്ന് മണ്ണും ഇതേപോലെ കരിയിലകൾ ഉണങ്ങി പൊടിഞ്ഞതൊക്കെ ആയിട്ടുള്ള മണ്ണ് ഇതാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാ മണ്ണ് നമ്മുടെ ഉണ്ടെങ്കിൽ അത് കുറച്ച് മണലും കൂടി ചേർത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് മണൽ ചേർക്കേ വേണ്ട, കാരണം അത്യാവശ്യം മണലും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ മണ്ണാണ് കേട്ടോ ഏറ്റവും നല്ല സൂട്ടബിളായിട്ട് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയത്. ഇപ്പം ഞാൻ നമുക്ക് വിങ്ക റോസിനുള്ള മണ്ണ് നമ്മുടെ തൊടിയിലെ മണ്ണ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടയില്ലാത്ത ഇളക്കമുള്ള മണ്ണ് ഏതായാലും എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് എടുത്തേക്കണേൽ കുറച്ച് ചാണകപ്പൊടി ചേർക്കാം കേട്ടോ. നല്ല ഉണങ്ങി പൊടിഞ്ഞ് ചാണകപ്പൊടി തന്നെ ചേർക്കാൻ നോക്കുക. ഇതിവിടെ ഉണക്കി പൊടിഞ്ഞ് ഇരിക്കുന്ന ചാണകപ്പൊടിയായിരുന്നു കേട്ടോ. അതുപോലെ ഞാൻ കുറച്ച് നമ്മുടെ ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട്. വേനൽക്കാലമാണ്, നമുക്ക് എപ്പോഴും മണ്ണിൽ ഈർപ്പം കുറച്ച് നിന്നാലാണ് ചെടികൾക്കൊന്ന് ഹെൽത്ത് ആവുള്ളൂ. ഒരു കുറച്ച് ഇട്ടാൽ മതി, ഒരു 3 പിടി ഇട്ടിട്ടുള്ളൂ. ചകിരിച്ചോറ് ക്വാണ്ടിറ്റി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. വിങ്ക റോസിനൊന്നും അധികം ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് വെള്ളം കുറഞ്ഞാലും ചെടി അങ്ങനെ ചീത്തയായി പോകുന്ന ചെടിയല്ല. അതുപോലെ ഞാൻ കുറച്ച് എല്ലുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 പിടി എല്ലുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലുപൊടി ഇല്ലയെന്ന് ഓർത്ത് നിങ്ങൾ അത് ഇല്ലല്ലോ എന്ന് ഓർത്ത് ചെടി നടാതിരിക്കൊന്നും വേണ്ട. ചാണകപ്പൊടി മാത്രം മതി. മണ്ണും ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും ഉണ്ടെങ്കിൽ നന്നായി. അത് അത്രയും നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോട്ടിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെടി നടാൻ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് അത്യാവശ്യം വലിപ്പമുള്ള ചട്ടികളിൽ തന്നെ എടുത്തിട്ടുണ്ട്. എല്ലാം ചട്ടികളിൽ മണ്ണെടുത്തിട്ടുണ്ട്. നമ്മൾ വിങ്ക റോസൊക്കെ വലിപ്പം വെക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ചെടി ഒന്ന് നടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും നോക്കാനില്ല. നമ്മുടെ വിങ്ക റോസിൻ്റെയൊക്കെ മണ്ണ് കളയണമെന്നില്ല. ഇളക്കമുള്ള മണ്ണാണെങ്കിൽ അത് കളയണമെന്നില്ല. നല്ല ഉറച്ച മണ്ണാണെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് കളയാം. നമ്മളതേ ചെടി നമ്മൾ പോട്ടിലേക്ക് മാറ്റി, നമ്മൾ പുതിയ പോട്ടി മിക്സിലേക്ക് ആ കവറിൽ നിന്ന് ആ ചെറിയ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇട്ട് കൊടുത്തിരിക്കുന്ന പോട്ടി മിശ്രിതം ഫുള്ള് നിറയാവുന്ന രീതിയിൽ, ഒന്നും നനയാവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് ഈ ചെടി നമ്മൾ ഒരു 2-3 ദിവസം തണലുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം വെയിലുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക. വിങ്ക റോസിന് കുറേശ്ശെ വെള്ളം ഇപ്പോൾ ഈ നല്ല വേനലിൽ രാവിലെയും വൈകിട്ടും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മച്ചുറായിട്ടുള്ള ചെടികൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. നട്ട ചെടികൾക്ക് അത്യാവശ്യം വെള്ളം മതി, കാരണം ഒരു ആഴ്ച കഴിയാതെ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ വെള്ളം മതിയാകും. നമ്മളെപ്പോഴും വിങ്ക റോസ് നടാനായിട്ടേ താഴെ നടുന്നതാണ് ഏറ്റവും ഭംഗി. പക്ഷെ താഴെ നടാനായിട്ട് സ്ഥലമില്ലാത്തവർ
കുറച്ച് വലിപ്പമുള്ള ചട്ടി തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചട്ടിയിലായതുകൊണ്ടാണ് ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ കാണിച്ച പോട്ടി മിക്സിൽ തന്നെ നിങ്ങൾ നടാണെങ്കിൽ നല്ല വേര്, നല്ല ഇളക്കമുള്ള മണ്ണാവുമ്പോൾ വേരിനൊക്കെ നല്ല വേരോടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ശിഖരങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ കണ്ടല്ലോ, ഞാൻ ഈ വേനൽക്കാലത്ത് ചെടിയിൽ അധികം വെള്ളം ഒഴിച്ചാൽ പൂക്കൾ കുറയും എന്നുള്ളതുകൊണ്ട് അതിൽ മിതമായ തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഉണങ്ങിയ ഇലകളും കരിയിലകളൊക്കെ പൊടിഞ്ഞത് ഇട്ട് കഴിഞ്ഞാൽ നല്ല വളവുമാണ്. അതുപോലെ ചെടി നല്ല സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ വിങ്ക റോസിന് രാവിലെ ഉദിച്ചു വരുന്ന വെയിലാട്ടോ ഏറ്റവും നല്ലത്. പൂക്കളൊക്കെ അല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്ന ഏത് ചെടികൾക്കും രാവിലത്തെ ലൈറ്റാണ് അല്ലെങ്കിൽ സൂര്യപ്രകാശമാണ് ഏറ്റവും പൂക്കളുണ്ടാവാനായിട്ട് അനുയോജ്യം. അപ്പോൾ രാവിലത്തെ ഒരു 5 മണിക്കൂർ വെയിൽ കിട്ടിയാലും മതി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ രാവിലെ വെയിൽ കിട്ടുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ വിങ്ക റോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നാടൻ വിങ്ക റോസ് വെറുതെ മണ്ണിൽ മുളച്ച് വന്നാലും അത് കാട് പിടിച്ചോണം ഉണ്ടായി കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ മണ്ണിൽ നടാനായിട്ട് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചട്ടികളിലേക്ക് ആക്കിയത്. അപ്പോൾ ചട്ടികളിൽ നമ്മൾ വെറുതെ മണ്ണിൽ നടുന്ന പോലെ ആക്കിയാൽ എനിക്ക് ഉഷാറായി കിട്ടാറില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ പോട്ടി മിക്സർ നട്ട് നമ്മൾ 19-19 ലായനി അതാണ് നമ്മൾ കൂടുതലും ഇതിന് ചെയ്യുന്നത്. മാസത്തിൽ 3 തവണയെങ്കിലും 19-19 നമ്മൾ ഇതിനകത്ത് ചുവട്ടിൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ 20-20 ആയാലും കുഴപ്പമില്ല കേട്ടോ, 18-18 ആയാലും കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ പഴത്തൊലി ഇട്ട് വയ്ക്കുന്ന വെള്ളം, അതുപോലെ പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കുന്ന നമ്മുടെ അറിയാലോ ഉള്ളിത്തോല്, സവളത്തോലിയൊക്കെ ഇട്ട് വയ്ക്കുന്ന വെള്ളമൊക്കെ ഇതിന് ചുവട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പോട്ടി മിക്സിൽ നമ്മൾ ചാണകപ്പൊടിയും മറ്റ് എല്ലുപൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം അടിവളം മതിയാകും. വല്ലപ്പോഴും ചാണകത്തിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു, ചാണകവും അതുപോലെ കപ്പലിൻ്റെ പിണ്ണാക്കും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടി നമ്മുടെ കഞ്ഞിവെള്ളത്തിലും കാടിവെള്ളത്തിലും ഒക്കെ ഇട്ട് പുളിപ്പിച്ചതിൻ്റെ നേർപ്പിച്ച വെള്ളവും കൂടി ഈ വിങ്ക റോസിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിറച്ച് പൂക്കളിട്ട് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ പൂവുണ്ടാവണം. പൂക്കളുള്ള ചെടി നട്ടാൽ പൂക്കളുണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു നിരാശയല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്താൽ മതി. ഈ വിങ്ക റോസിനൊന്നും അധികം പണം മുടക്കില്ലല്ലോ, നമുക്ക് അധികം പൈസ കൊടുക്കണ്ട. ചെടിച്ചട്ടികളിലൊക്കെ ഇതുപോലെ നട്ടാൽ മനോഹരമാക്കി എടുക്കാം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ നിസ്സാരമായിട്ട് നമുക്ക് നടാം എന്ന് വിചാരിക്കുന്ന വിങ്ക റോസ് കുറച്ചും കൂടി കെയർ കൊടുത്ത് ഇതുപോലെ നട്ടാൽ നല്ല മനോഹരമായിട്ട് പൂക്കൾ കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.